സ്ട്രേഞ്ചർ തിങ്സിന്റെ സീസൺ 5 വോളിയം 2 കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇന്റർനെറ്റിലൊക്കെ തെറിവിളിയാണ്. 7th എപ്പിസോഡ് എന്തോ ലോവസ്റ്റ് റേറ്റഡ് എപ്പിസോഡ് എവർ ആണ് സ്ട്രേഞ്ചർ തിങ്സിൽ. ആക്ച്വലി എവിടെയാണ് പണി പാളിയത്? ശരിക്കും മോശമാണോ വോളിയം 2? എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടെ, എല്ലാത്തിനും കാരണം ഇവരുടെ ആ ഒരു റിലീസിൻ്റെ ഒരു ഡേറ്റുകളാണ്. ന്യൂ ഇയറിന്, ക്രിസ്മസിന്, ഇതെന്താ ഓണം, വിഷു റിലീസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബന്ധമില്ല. ആദ്യത്തെ 3 എപ്പിസോഡ് സെറ്റപ്പ് ആയിരുന്നു. ഓക്കെ, വില്ലിൻ്റെ ഒരു ഹീറോയിക്ക് ആർക്ക് കാണിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. എവരിവൺ ലവ്ഡ് ഇറ്റ്. എല്ലാവരും പൊക്കി അടിച്ച് ആ ഒരു ലെവലിൽ കൊണ്ട് വെച്ചു. ഇനി ഇവർക്കുള്ളത് 3 എപ്പിസോഡാണ്. ഇതിൽ എന്തൊക്കെ കാണിക്കണം? ഈ ലോകത്തുള്ള എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊടുക്കണം. എന്തൊക്കെ വേണം? ഹെൻറി ആരാണ്, ഹെൻറിക്ക് വെക്നയും ഇവരൊക്കെ എന്തിനാണ് പേടിക്കണ, കേവിൽ വരുന്നിട്ട് പിന്നെ പുതിയൊരു അബിസ് പറഞ്ഞൊരു സാധനം വരുന്നു, അത് ഡയമെൻഷൻ എക്സ് ആണ് പറയുന്നു, അതെന്താണ് വേം ഹോൾ വരുന്നു. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുഴുവൻ 3 എപ്പിസോഡ് എടുത്തിരിക്കുക. ഓരോ ക്യാരക്ടർ വരുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പോകുന്നു. ബേസിക്കലി ഈ 3 എപ്പിസോഡിൽ ഈ സ്പോയിലർ എന്നൊക്കെ പറഞ്ഞിട്ട് പറയില്ല. ആക്ച്വലി ഇതിൽ ഒരു സ്പോയിലറും ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ പുട്ടിങ് ടൂ മച്ച് പ്രഷർ ഓൺ ഫിനാലെയാണ്. അതായത് ഈ എല്ലാ പേ ഓഫും ഈ ഫിനാലിയിലേക്ക് വെച്ചിരിക്കുകയാണ്. ആ ഫിനാലെ എങ്ങാനും ചെറുതായിട്ടൊന്ന് വാളിപ്പോയാൽ കഴിഞ്ഞു. ഗെറ്റ്സ് ഗെയിം ഓഫ് ത്രോൺസ് ഓൾ ഓവർ അഗെയിൻ. എനിക്കത് താങ്ങാനുള്ളൊരു ശേഷിയില്ല. അതും 1-ാം തീയതിയാണ് ആ കൊല്ലം തന്നെ പോയി കിട്ടും. പിന്നെ വോളിയം 2 പ്രശ്നം പറ്റിയത് ഇവരുടെ ഒരു പ്ലേസ്മെൻറ്റ്സ് ആണ്. അതായത് ഈ അവസാനത്തെ മിഷന് ചാവാൻ പോകുമ്പോഴാണ് അവൻ്റെ മറ്റേ ഗേ ആണ്, മണ്ണാങ്കട്ട അതൊക്കെ പറഞ്ഞുകൊണ്ട് വർത്താനം പറ്റുക. ഇവിടെ യുദ്ധത്തിന് പോകുമ്പോഴാണോ നിൻ്റെ അത് എനിക്ക് തോന്നുന്നു. ഇവർ എന്താണ് വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 80s നടക്കുന്നത്. അപ്പോൾ ഈ 80s എങ്ങനെയാണ് ഇങ്ങനെ ഗേ ആണെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫ്രണ്ട്സൊന്നും വന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്യാത്തൊരു സമയത്താണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ അതാണ് ആ ഇവർ ഉദ്ദേശിച്ചത്. കാരണം എല്ലാ റിലേഷൻഷിപ്പ് കിട്ടില്ലായിരുന്നു. ഡസ്റ്റിൻ്റെയും സ്റ്റീവിൻ്റെ ആണെങ്കിലും ജോണത്തൻ നാൻസി ആണെങ്കിലും എല്ലാവരുടെയും ഒരു ഇമോഷണലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സാധനം വരുന്നത്. ഇതൊക്കെ കുറച്ച് നേരത്തെ കാണിക്കാണ്ട് ഈ അവസാനത്തെ ടെൻഷൻ പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഇത് കാണിക്കുന്നതിൻ്റെ ഒരു ലോജിക്ക് മനസ്സിലാവില്ല. പിന്നെ അതേപോലെ തന്നെ 11 0 ആക്കി വിട്ടു. 11 ഇല്ലെങ്കിലും ലിറ്ററലി ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ വോളിയം 2 ആരെങ്കിലും മരിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു. ഇത് സ്ട്രേഞ്ചർ തിങ്സ് ആണ്, അല്ലാണ്ട് ഇറ്റിൻ്റെ വെൽക്കം ടു ഡെറി അല്ല പിള്ളേരൊക്കെ പിടിച്ച് കൊല്ലാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര പേര് മരിച്ചിട്ടുണ്ട്. ആകെ എഡിയാണ് മെയിനായിട്ട് മരിച്ച ഒരു ക്യാരക്ടർ. അപ്പം മൊത്തത്തിൽ എല്ലാം ഫിനാലേക്ക് വെച്ചിരിക്കുകയാണ്. ഇനി അതും കൂടി ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യൂ. എന്തെങ്കിലും ഫാൻ തിയറീസ് ഉണ്ടെങ്കിൽ അതും പറയും, നമുക്ക് നോക്കാം.